എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് നയന ഓരോ ഡിസൈനിങ് ഒക്കെ വരച്ച് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനിയെ കണ്ടതും നയന പെട്ടെന്ന് എഴുന്നേക്കുവാണ്. പിന്നീട് ദേവേനെ ചോദിച്ചു, നീ എന്തെടുക്കുവാന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അമ്മ ഞാൻ വെറുതെ ഓരോ ഡിസൈൻ ഒക്കെ വരച്ചോണ്ടിരിക്കുകയെന്ന് പറയണം. ആണോ, അല്ല നീ ഫുഡ് എന്തേലും കഴിച്ചോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയാണ്. അതെ, അന്നൊരു കാര്യം ചെയ്യാം, ബാ കഴിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അല്ലമ്മേ ആരും കഴിച്ചില്ലോ, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറയാ. അത് കുഴപ്പമൊന്നുമില്ല. അതെ, ഇനിയിപ്പം നീ ഇവിടെ കഴിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വന്നിട്ട് എന്നെ വഴക്ക് പറയേണ്ട കാര്യമില്ല. നീ നേരത്തെ കഴിച്ചോളാൻ പറയാ. പക്ഷെ നയനയ്ക്ക് എന്തോ ഒരു വല്ലായ്മയൊക്കെ തോന്നി. നയന പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറയാം. നിന്നോട് വരാൻ പറഞ്ഞ ഇങ്ങോട്ട് വന്നാ മതി. ദേ, മുമ്പ് നീ ഇവിടെ അടുക്കളക്കാരിയായിട്ടല്ലേ ജോലി ചെയ്തോണ്ടിരുന്നേ. ഇനിയിപ്പൊ നീ അടുക്കളക്കാരിയല്ല, ഈ വീട്ടിലെ രാജകുമാരിയായിട്ട് നിന്നോ. അങ്ങനെയെങ്കിലും എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല. നീ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുവാന്ന് പറയണം. പിന്നീട് നയനയെ വിളിച്ചോണ്ടും കൂടെ പോവാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. നയനയ്ക്ക് ഫുഡ് എടുത്ത് കൊടുക്കുവാണ് ദേവേനി. ഇത് കണ്ടപ്പോൾ നയനയ്ക്കാണ് അത്ഭുതം തോന്നിയത്. ഇത് കഴിച്ചോളാം പറയണം. നയന പറഞ്ഞു, വേണ്ടമ്മേ ഞാൻ പിന്നെ കഴിച്ചോളാം, പറയും ഞങ്ങളുടെ അനുസരിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ നയനെ അവിടെ ഇരുത്തി കഴിപ്പിക്കുകയാണ്. പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ജലജ വരുന്നത്. ജലജ വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും നയന ഇരുന്ന് കഴിക്കുന്ന കണ്ടു. പെട്ടെന്ന് ജലജ കൊടുത്ത്, ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണോ, ഇത് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഓഹോ, തന്നെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുക. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന് അതിനോട് പറഞ്ഞു, ആഹാ നീ ആള് കൊള്ളാലോ, വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഭയങ്കര മാറ്റമുള്ളോ, തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കഴിച്ചതിന് ശേഷം നീ കഴിച്ചോണ്ടിരുന്നേ, പാത്രം കഴുകി വെച്ച് കഴിച്ചോണ്ടിരുന്ന, പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷമായിരുന്നു ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണ്ടേ ആദ്യം അവള് കഴിക്കാനിരിക്കുന്നു, നീ കൊള്ളാലോ എന്നൊക്കെ പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, അതെ അമ്മ എന്നോട് ഇവിടെ ഒന്നിരുന്ന് കഴിച്ചോളാം പറഞ്ഞു, അതുകൊണ്ടാ. ആര്? ഏട്ടത്തിയാ? ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റുപോലും, എന്തൊക്കെയോ മറിമായങ്ങൾ നടത്തിയിട്ടുണ്ട്. സത്യം പറയടി, നീ എന്ത് മന്ത്ര പ്രയോഗിച്ചിരിക്കുന്നത്, ഏട്ടത്തേക്ക് നീ എന്താ കലയിൽ കൊടുത്തിരിക്കണെന്ന് ചോദിക്കാം. ദേ, വെറുതെ ഓരോ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പച്ചി വെറുതെ ഓരോന്ന് തോന്നാന്ന് പറയണം. പിന്നെ തോന്നുന്ന, ഇന്നലെ വരെ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഏടത്തി ഇന്ന് നിന്നോട് ഇത്ര സ്നേഹം കാണിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഇല്ലാതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ജാനകിയോട് വെച്ച്, ജാനകി വല്ലതും കാണുന്നുണ്ടോ നിക്ക്? എന്താ? ദേ, ഒരുത്തി അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അതെന്താ? നമ്മൾ ആരും ഫുഡ് പോലും കഴിച്ചിട്ടില്ല, പക്ഷെങ്കിൽ അവളുണ്ടല്ലോ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമെന്ന് പറയണം. അല്ല, അവളോട് ആടാ ഇങ്ങനെയൊക്കെ നേരത്തെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു, ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ഏട്ടത്തി എന്നെ പറഞ്ഞാന്ന് പറയണം. ഏട്ടത്തിക്ക് എന്തോ മനമാറ്റം വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പം ആദർശ് ഇനിയിപ്പം ഏട്ടത്തിന് ഉപേക്ഷിച്ച് പോവാന്നൊരു പേടി കൊണ്ടാന്ന് തോന്നേ അവളെ ഇങ്ങനെ സൽക്കരിക്കണമെന്നാ തോന്നേ. അവൾക്കിപ്പോ ഒരു പണി ഇവിടെ ചെയ്യണ്ട, ഏട്ടത്തി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഫുഡ് വരെ എടുത്തു കൊടുക്കുകയാണ്. പിന്നീട് ജാനകിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. ജാനകി വെച്ചു, അല്ല ഇതൊക്കെ എന്താ എടുത്തി കാണുന്നതെന്ന് ചോദിക്കണം. ദേവേനി പറഞ്ഞു, അവള് ഫുഡ് കഴിക്കുന്ന എന്താ, അവൾക്ക് നേരത്തെ കൊടുക്കണേ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കും. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കുന്നല്ലായിരുന്നു അവള്. അവള് കഴിച്ചോട്ടെ, അവള് കഴിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ. ഇനിയിപ്പൊ അവൾക്ക് നേരത്തെ കാലത്ത് ഫുഡ് കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് ആദർശ് ഇനിയിപ്പോ വഴക്കുണ്ടാക്കണ്ട, അതുകൊണ്ടാ. ഓഹോ, ഇങ്ങനെ പോയിട്ടാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവൂല ഏട്ടത്തി. ഇതെന്താ, ഇവളെന്താ ഇവിടുത്തെ മഹാറാണിയാണെന്ന് ചോദിക്കണം അനന്തപുരിയിലെ. ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു, ഇനിയിപ്പം മഹാറാണിയായിട്ട് ഇരുത്തിയേക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പൊ പോയാലോ, പോയിട്ടുണ്ടെ പിന്നെ എനിക്ക് തന്നെ പെടാപ്പാടെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നയനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നയനയൊക്കെയാണെങ്കിൽ കഴിക്കാനും തോന്നില്ലാത്തൊരവസ്ഥയാ. ഇവരിങ്ങനെ വന്നിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ഈ സമയം ദേവേനിക്കാണെങ്കിൽ അവറ്റകളൊന്ന് പോയാൽ മതി എന്നുള്ളു, എങ്ങനെയെങ്കിലും ഈ പറയുന്ന ജലജയും ജാനകിയും കൂടെ. കാരണം നയനെ അധികം ഫുഡ് പോലും കഴിക്കുന്നില്ല. പിന്നീട് അവരങ്ങോട്ട് പിറുപുറത്തോണ്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, നീ എന്താ ഫുഡ് കഴിക്കാത്തേന്ന് ചോദിക്കും. അല്ല അതമ്മേ, പിന്നെ ഞാൻ ദേ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി, ഈ സാധനങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് പറയണം. കറികളൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല, ഞാൻ ഉണ്ടാക്കിയ കറികളാന്ന് പറയണം. പെട്ടെന്ന് നായന പറഞ്ഞു, കുഴപ്പമില്ലമ്മേ നല്ല കറികളാന്ന് പറയണം. അല്ല നീ വെക്കുന്നത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ല എന്നൊക്കെ പറയാണ്. നായനക്ക് അത്ഭുതമായിരുന്നു. ആദർശേട്ടന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അമ്മ തന്നോട് എന്തിനാ ഇത്ര സ്നേഹം കാണിക്കണമെന്ന്. ഇനിയിപ്പം വളർത്താനാണോ കൊല്ലാനാണോ ഒന്നും അറിയത്തില്ല ഇത്ര സ്നേഹം കാണിക്കുന്നത്. അങ്ങനെ ഒരു ടെൻഷൻ കൂടെ നയനയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് ആകെപ്പാടെ കലിയിളകിയ ഒരു അവസ്ഥയിലായിരുന്നു അനാമികയ്ക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ദേവേനി നയനയോട് ഈ സ്നേഹമൊക്കെ കാണിക്കുന്നത് കാണുമ്പോ, ഇവളിവിടെ നിന്നിട്ടാണെങ്കിൽ തനിക്ക് ആപത്താണ്, അതൊരു കാരണവശാലും സംഭവിച്ചുകൂടാ. പോരാത്തന്
ഇപ്പൊ വല്യമ്മയാണെങ്കിൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് അവളോട്. ആ സ്നേഹം അപകടമാണ്, എങ്ങനെയെങ്കിലും തടഞ്ഞാൽ മതിയാവുള്ളൂ. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അനി അവിടെ ഒരു കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അനാമികളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പൊ നോക്കിയാലും എനിക്ക് ഈ കുത്തിക്കുറിക്കലും പരിപാടിയുള്ളൂ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അല്ല, എന്നോടൊരു സ്നേഹത്തോടൊരു വാക്ക് പോലും പറയാനായിട്ട് എനിക്ക് പറ്റില്ലല്ലേന്ന് ചോദിക്കണം. അനി പറഞ്ഞു, നിന്നോട് സ്നേഹത്തോടെ വാക്ക് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങനെ സ്നേഹത്തോടെ വാക്ക് പറയാൻ വന്നാൽ പിന്നെ അത് മതി. നീ വേറെ വല്ല രീതിയിലും ചിന്തിക്കും. പിന്നെ അതിന്റെ പേര് നമ്മൾ തമ്മിൽ വഴക്കാം. വെറുതെ എന്തിനാ എന്നെ വെറുതെ വിട്ടേക്ക്. നിനക്കറിയാലോ, ഈ വീട്ടില് അമ്മയാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും വെല്ലുമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഓഹോ, അപ്പൊ അതുകൊണ്ട് മാത്രം, അല്ലാതെ എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ? എങ്ങനെ നിന്നോട് ഇഷ്ടം ഉണ്ടാവെന്ന് പറ. നീ കാണിച്ചൊത്തി വെച്ച തോന്നിയാസമൊക്കെ നോക്കിയിട്ടാണ് ആണെങ്കിൽ ഒരു കാരണവശാലും നിന്റെ 7 അയലക്കത്ത് പോലും അടുക്കാൻ പറ്റില്ല എന്ന് പറയാം. എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് അനിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയിക്കൊള്ളൂല്ലോ. അത് മനസ്സിൽ വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അവളെ കയറ്റാനല്ലേ ഈ വീട്ടിലേക്ക്. ആ നന്ദുവിനെ എന്റെ കഴുത്തിലെ താലി അറുത്തിട്ട് ആ നന്ദുവിനെ കഴുത്തിലേക്ക് താലി കെട്ടാന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചേക്കാൻ പറയണം. പിന്നെ ഇപ്പൊ ഏട്ടത്തീമ്മ കൂടെ വന്നിട്ടുണ്ടല്ലോ, ഫുൾ സപ്പോർട്ടുമായിട്ട്. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നും എനിക്കറിയാം. മിക്കവാറും നിന്നെ നന്ദുവിനെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ അടവൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഇനിയിപ്പൊ നീയൊക്കെ എന്ത് ചെയ്താലും ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ലെന്ന് പറയാം. അത് കേട്ടപ്പോ അനി പറഞ്ഞു, നീ പോവാതിരിക്കോ നിൽക്കുവോ എന്ത് വേണം ചെയ്തോ, എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല. എന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അതേ രീതിയിലായിരിക്കും തിരിച്ച് നിന്നോടുള്ള പെരുമാറ്റം. ഞാൻ ആദ്യമായിട്ടല്ലോ അനാമിക നിന്നെ കാണുന്നേ. നിനക്ക് സ്വത്തിനോടും പണത്തോടും മാത്രമേ താല്പര്യമുള്ളൂ, അല്ലാതെ സ്നേഹബന്ധങ്ങൾക്കൊന്നും നീ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ നീ നയനേടത്തിനെ നവ്യേടത്തിനെ ഒക്കെ സ്നേഹിച്ചേനെ. പക്ഷെ നിന്റെ ദുഷിച്ച മനസ്സാ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ ഈ ചിന്തകളൊക്കെ വരുന്നതെന്ന് പറയണം. അനാമയോട് എനിക്ക് മനസ്സിലായടാ, നിന്റെ ഉള്ളിരിപ്പ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇപ്പോഴും അവളെ മനസ്സിലിട്ടോണ്ട് നടക്കുമായിരിക്കും. അവളെ കാണാൻ പോകാത്തന്നെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും അല്ലേ? അങ്ങനെ നീ അങ്ങോട്ട് ഇപ്പൊ കാണാൻ പോണ്ട. നിന്റെ ഏട്ടത്തി എന്ന് പറയുന്നവള് ഇങ്ങോട്ട് വന്നല്ലോ, ഇനി ഇപ്പൊ എന്ത് പേര് പറഞ്ഞ് നീ അങ്ങോട്ട് പോകും? ഒന്ന് പോയി എനിക്കൊന്ന് കാണണം എന്ന് പറയാ. ഇങ്ങോട്ടെങ്ങാനും ഏട്ടത്തിനെ കാണാനെന്നും പറഞ്ഞോണ്ട് അവള് വന്നോണ്ടല്ലോ, അവൾ ഇവിടെ ഇട്ട് ഞാൻ വലിച്ചു കീറുവളെന്ന് പറയാ. ഇത് കേട്ടതോ അനി പറഞ്ഞു, ആഹാ, അങ്ങനെയാണ് നമുക്കൊന്ന് കാണാലോ. ഇതിനു മുമ്പ് നീ കാണിച്ച പരിപാടികളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് പിന്നെ ഞാനൊന്നും പറയാതിരിക്കുന്നേ അതിന് തെളിവുകളില്ലാത്തോണ്ടാ. പക്ഷെ ഇനിയുണ്ടല്ലോ, നന്ദിന് നേർക്കോ നയനടത്തിന് നേർക്കോ ചെറുവല്ല നീ അനക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനിവിടെ വെച്ച് വാഴിക്കില്ലെന്ന് പറയണം. അനാമയ്ക്ക് അവസാനം ദേഷ്യം വന്നു. അനാമ കട്ടക്കലിപ്പോടെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വന്നു. അനാമയുടെ മുഖം കണ്ടപ്പോ തോന്നി ജാനകിക്ക് എന്തോ പന്തികേടുണ്ടെന്ന്. ജാനകി ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി? മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കാം. എങ്ങനെ എന്ത് ചെയ്യാനാ എന്റെ അമ്മേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കാണെങ്കിൽ എന്നോട് ഇത്രയും പോലും സ്നേഹമില്ല. ഇത്തവണയെങ്കിലും ഞാൻ വിശ്വസിച്ചോണ്ടിരുന്നെ എന്നെ കൊണ്ടുവന്ന് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം കാണിക്കുന്ന. വെറുതെയാ, ഒരു പ്രതീക്ഷയില്ല എനിക്ക്. ഇനി അനിയും ഞാൻ തമ്മിൽ ഒന്നിച്ചു പോകുന്ന ഉള്ള പ്രതീക്ഷകളൊക്കെ നശിച്ചെന്ന് പറയാം. ഇത്രയെങ്കിലും സ്നേഹം കാണിച്ചൂടെ അവൻ എന്നോട്? ഇവിടെ ബാക്കി എല്ലാവർക്കും എന്നുള്ള ഇപ്പം ആ നയനെന്ന് പറയുന്നവളെ ആദർശനെ സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? എത്ര കാര്യമായിട്ടാ. അതിന്റെ 4-1 സ്നേഹം. ഒന്നുമില്ലെങ്കിൽ അനിയനല്ലേ, എന്നോട് കാണിച്ചുകൂടെ എന്ന് ചോദിക്കുക. അതുപോലും ഇല്ലാതെ എന്നൊക്കെ പറയണം. മോളെ, നിന്റെ മിടുക്ക് പോലിരിക്കും. നീ വേണം അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിന്നോടൊപ്പം ചേർക്കാനെന്ന് പറയാം. എത്രയെന്ന് വെച്ചാ അവൻ ഞാൻ സഹിക്കുന്നേ. അതിന് എന്നോടൊന്നും മര്യാദയ്ക്ക് നേരെ ചപ്പം മിണ്ടാൻ പോലും അനി കൂട്ടാക്കുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അത് കേട്ടതും ജാനകി പറഞ്ഞ് കാണിച്ച്, ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറയാം. സംസാരിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അനിയുടെ മനസ്സ് മാറണമെങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവള് ആദ്യം അവന്റെ മനസ്സിൽ നിന്ന് പോകണം. ഇപ്പോഴും ആ നന്ദുവിനെ മനസ്സിലിട്ടോണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയണം. പിന്നീട് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനകി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അജയ് മുറിയിലുണ്ടായിരുന്നു. അജയനോട് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോവാണെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം. എന്താ ജാനകി, ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? എന്താ? ദേ അനിയുണ്ടല്ലോ, അനിയനെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. അല്ല, അവനിപ്പൊ എന്നാ കുഴപ്പമിരിക്കണമെന്ന് വെക്കാം. അനാമിയമോട് ഇത്രയെങ്കിലും സ്നേഹം കാണിച്ചൂടെ അവൻ അതുപോലും കാണിക്കുന്നില്ലെന്ന് പറയാം. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവനും അവളും തമ്മിൽ സ്നേഹിക്കേണ്ടത് നമ്മളിപ്പോ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ദേ, നിങ്ങളൊന്നും പറയാത്തോണ്ടാ കുഴപ്പം. അനിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അനാമികമോള് പരാതിയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. പാവം മോള്, അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇത്തവണയെങ്കിലും വന്നു കഴിയുമ്പോ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ശബരിമലയ്ക്ക് പോയിട്ട് വന്നിപ്പം അനി സ്നേഹിക്കുന്നുള്ളത്. പക്ഷെ അനിയാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് പറയാം. ആഹാ, അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് അവളുടെ കയ്യിലേയും കൂടെ കുഴപ്പമല്ലേ? അത് നമ്മുടെ മോന്റെ കയ്യിലെ കുഴപ്പമാണോ? അല്ല, അനി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? അവനെ സ്നേഹിക്കാൻ അറിയില്ലെന്ന് മാത്രം നീ പറയരുത്. ഈ പറയുന്ന നിന്നെ എന്നെ പിന്നെ നവ്യനെ നയനെ ഒക്കെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ലേ? ഓഹോ,
അവരെ സ്നേഹിക്കുന്നത്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നന്ദുവിന്റെ ചേച്ചിമാരാണല്ലോ അവര്. പിന്നെ അവരെ സ്നേഹിക്കാതിരിക്കുമെന്ന് ചോദിക്കുക. അതല്ല ജാനകി, ഞാൻ പറഞ്ഞേ, നീ ഒന്ന് ഓർത്തു വെക്കേ. അവന് മനസ്സ് നല്ല സ്നേഹമുള്ളവനാ. ആരും അവനെ അങ്ങനെ വെറുക്കുന്നവനല്ല. അവൻ ആരെയും വെറുക്കാനും പോകത്തില്ല. പക്ഷെ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ. കാരണം അതിനർത്ഥം എന്താ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ച് ജയിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അവനവന്റെ മനസ്സിൽ തോന്നേണ്ട ഒന്നല്ലേന്ന് ചോദിക്കാം. ദേ, അജയേട്ടൻ എന്ത് പറഞ്ഞാലും അവന്റെ സൈഡോ നിൽക്കുള്ളൂ അല്ലേന്ന് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? എനിക്ക് അവന്റെ സൈഡോ ആരുടെ സൈഡും നിൽക്കാൻ പറ്റില്ല. അവന്റെ ജീവിതം താഴ്ന്നു കാണുമ്പോൾ ഒരു വിഷമമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ഏട്ടനെയാണ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്, ആദർശിന് സ്വഭാവം അറിയാലോ. ഇത്രയും കാലം നയനെ അകറ്റിയിരുത്തി. പക്ഷേങ്കിൽ നയനമ്മളുടെ നല്ല സ്വഭാവം കൊണ്ട് ആദർശ് നയനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നയനെയാണ് മാറ്റിയെടുത്ത ആദർശിനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അനാമയ്ക്ക് അവനെ മാറ്റിയെടുത്തുകൂടെ? കാരണം സ്നേഹം കൊടുത്താൽ മതി, തിരിച്ച് അവൻ ഇരട്ടി സ്നേഹം കൊടുത്തോളും. പക്ഷെ അതിന് കഴിയില്ലെങ്കിൽ നീ ഇവിടെ വന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ജയൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാ. ജാനകിക്കാണ് ആകെപ്പാടെ കട്ടക്കലിപ്പായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് വൈകുന്നേരം ആദർശ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോൾ നയനിക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്. നയനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷം തോന്നി. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നീട് ആദർശനോട് പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ആദർശമാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് എന്തൊക്കെയുണ്ടായിരുന്നു പകല് വിശേഷങ്ങൾ അതൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് നയന പറഞ്ഞു അമ്മ തന്നോട് പെരുമാറിയ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു എനിക്ക് വേണ്ടിയാന്ന് തോന്നേ അമ്മ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഞാൻ എങ്ങാനും ഇനിയിപ്പം അമ്മേനെ ഒറ്റപ്പെടുത്തോ അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് തോന്നുന്നതെന്ന് പറയാം. സാരമില്ല, ഇനിയിപ്പം അമ്മയുടെ മനസ്സിലെ ചിന്ത എന്താന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ കുഴപ്പമില്ലാതല്ലേ പോണേ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. അമ്മ തന്നെ അടുക്കള കിടന്ന് പണിയോ ആദർശേട്ടാ. ഞാൻ ചെന്ന് കഴിയുമ്പത്തിന് അമ്മ എന്നെ കൂടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. എനിക്കൊന്നും ഇനിയിപ്പം ഞാൻ വല്ലതും വിഷം കലക്കി കൊടുത്താലോ എന്ന് ഓർത്തിട്ടാണോന്നും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഏയ് അതുകൊണ്ടൊന്നും ആയിരിക്കില്ല, അങ്ങനെയൊന്നും അമ്മ ഒരിക്കലും അങ്ങനെ ഇനിയിപ്പം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ്. അമ്മയ്ക്ക് ആ സർജറി കഴിഞ്ഞോടെ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷെ അയ്യപ്പസ്വാമിനെ ഞാൻ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതിന്റെ ഗുണമായിരിക്കും എന്നൊക്കെ പറയണം. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേങ്കിൽ ദേവേനിക്ക് നയനോടുള്ള സ്നേഹം കണ്ടിട്ട് ആകെപ്പാടെ സമുദ്രേറ്റിയാണ് ഇനിയിപ്പം അനാമിയൊക്കെ നടക്കുന്നത്. ഇനിയിപ്പം അടുത്ത എന്തെങ്കിലും തന്ത്രം ഒപ്പിക്കുമെന്നും പറയാൻ പറ്റില്ല നയനെ അവിടുന്ന് ഓടിച്ചു വിടാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.